ജീവികളുടെ ശരീരത്തിൽ കോശഭിത്തികളിലും ശരീരകലകളിലും കാണപ്പെടുന്ന ഒരുതരം കൊഴുപ്പാണ് കൊളസ്ട്രോൾ. ഗ്രീക്ക് പദങ്ങളായ കൊളെ, സ്റ്റിറോസ് കൂടാതെ ഓൾ എന്നീ പദങ്ങൾ ചേർന്നാണ് കൊളസ്ട്രോൾ എന്ന പദം രൂപീകരിച്ചിരിക്കുന്നത്. കൊളെ എന്നാൽ പിത്തം, സ്റ്റിറോസ് എന്നാൽ ഖരം എന്നിവയോട് ആൽക്കഹോളിനെ സൂചിപ്പിക്കുന്ന ഓളും ചേർന്നിരിക്കുന്നു ഈ പദത്തിൽ. കൊളസ്ട്രോളിന് ജീവിതശൈലിയും ഒരു പരിധിവരെ പാരമ്പര്യവുമെല്ലാം കാരണമായി വരുന്നുണ്ട്. കരളിന് കൊളസ്ട്രോളിന് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ഭക്ഷണത്തിൽ 20% മാത്രമാണ് കൊഴുപ്പായി എത്തുന്നത്. ബാക്കി 80% ലിവറാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൊളസ്ട്രോൾ കുറയണമെങ്കിൽ പെട്ടെന്ന് ശരീരത്തിൽ അലിഞ്ഞു ചേരാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ദഹനം നടക്കാത്ത രീതിയിലുള്ള ഭക്ഷണം ശീലമാക്കുന്നത് നല്ലതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ആഹാരങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ പറയാൻ കാരണം കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഭക്ഷണം കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിൽ കൂടുതലായി കാർബോഹൈഡ്രേറ്റ് എത്തുമ്പോൾ ഇവ ഊർജമാക്കി മാറ്റാതെ ഫാറ്റാക്കി മാറ്റി ശരീരത്തിൽ സംഭരിക്കപ്പെടുന്നു. ഇത് കൊളസ്ട്രോൾ വർദ്ധിക്കാൻ ഒരു കാരണമാണ്. രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ നിശ്ചിത പരിധിയിൽ കൂടിയാൽ മാരകമായ പല രോഗങ്ങൾക്കും കാരണമാകും. ചീത്ത കൊളസ്ട്രോളായ LDL രക്തത്തിൽ അധികമായാൽ അവ ധമനികളുടെ ആന്തരിക പാളികളിൽ അടിഞ്ഞുകൂടുകയും ഉൾവ്യാപ്തി കുറയ്ക്കുകയും ചെയ്യുന്നു. അതോടെ ധമനികളിലൂടെയുള്ള രക്തസഞ്ചാരം ദുഷ്കരമാകുന്നു. ഇത് ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നിവയ്ക്ക് കാരണമായേക്കാം. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഫാറ്റി ലിവർ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. വയറിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് പ്രമേഹം അഥവാ ഡയബറ്റിസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നു. അമിതഭാരം ക്യാൻസർ അടക്കമുള്ള പല മാരക രോഗങ്ങൾക്കുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അമിതമായി കൊളസ്ട്രോൾ ഉള്ള ആളുകളിൽ ലൈംഗിക ശേഷിക്കുറവ്, വന്ധ്യത എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അമിതമായി എണ്ണ, കൊഴുപ്പ്, നെയ്യ്, അന്നജം എന്നിവ അടങ്ങിയതും വറുത്തതും പൊരിച്ചതും മൊരിഞ്ഞതുമായ ആഹാരങ്ങൾ, ബിരിയാണി, ചോറ് മുതലായ അന്നജം അടങ്ങിയ ആഹാരം, റെഡ് മീറ്റ്, പലഹാരങ്ങൾ തുടങ്ങിയവയുടെ അമിതമായ ഉപയോഗം, ശാരീരിക അധ്വാനക്കുറവ്, വ്യായാമക്കുറവ് തുടങ്ങിയവ അമിതമായ കൊളസ്ട്രോൾ ഉണ്ടാകാൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ പക്കൽ പണമില്ലെങ്കിൽ നമുക്ക് കടം വാങ്ങാം, സഹായം തേടാം, അല്ലെങ്കിൽ ലോൺ എടുക്കാം. പല സാധ്യതകളുണ്ട്. എന്നാൽ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാലോ? പരിഹരിക്കാൻ മാർഗങ്ങൾ വളരെ വിരളമാണ്. തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ഇത്തരം പ്രതിസന്ധികൾ ആരുടെ ജീവിതത്തിലും വരാം. എന്നാൽ കൃത്യമായ ഗൈഡൻസ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രതിസന്ധികൾ നമുക്ക് പരിഹരിക്കാം. മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോൾ മഴയ്ക്ക് മുന്നോടിയായി മഴക്കോൾ കാണാറുള്ളത് പോലെ ഇത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു തരും. എന്നാൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നാം ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു അലസത അല്ലെങ്കിൽ അമിതമായ മടി, ചെറിയ കയറ്റങ്ങൾ കയറുമ്പോൾ അമിതമായ കിതപ്പ്, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചെറിയ തലവേദന, പെട്ടെന്നുള്ള ക്ഷീണം, വല്ലാതെ വിയർക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ഇതുപോലെ പല ലക്ഷണങ്ങളും നമുക്ക് ശരീരം പല രൂപത്തിൽ കാണിച്ചു തരാറുണ്ട്. നമ്മളതൊന്നും ശ്രദ്ധിക്കാറേയില്ല. ഇവിടെയാണ് നമ്മൾക്ക് കൃത്യമായ ഗൈഡൻസിന്റെ ആവശ്യം. കാരണം ഒരു എക്സ്പെർട്ടിന് മാത്രമേ കൃത്യമായുള്ള ഗൈഡൻസ് നൽകാൻ കഴിയുകയുള്ളൂ. കൃത്യമായ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ 7812838911 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷം മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ ചെയ്യുകയുള്ളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു: 7812838911. താങ്ക് യു.